ഒന്നര നൂറ്റാണ്ടിൻ്റെയെങ്കിലും ചരിത്രമുണ്ട് മലയാളികൾ ബിലാത്തി എന്ന് വിളിച്ച ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തിന്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലണ്ടനിലേക്കും ലിവർപൂളിലേക്കും കാർഡിഫിലേക്കും കപ്പൽ പണിക്ക് പോയി തുടങ്ങിയതാണ് മലയാളികൾ. പിന്നെ വി കെ കൃഷ്ണമേനോനെ പോലെയുള്ളവർ ലണ്ടനിലേക്ക് പഠിക്കാൻ പോയി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോമൺവെൽത്ത് സ്പെഷ്യൽ വിസ പ്രോഗ്രാം വന്നതോടെ UK മലയാളികൾ ഇടിച്ചുകുത്തി കപ്പൽ കയറി. പിന്നെ ഈ ഇടയ്ക്കാണ് അതുപോലൊരു കുടിയേറ്റം കണ്ടത്. പഠിക്കാൻ പോയി UK കുത്തൊഴുക്ക് അതും നിൽക്കുകയാണ്. വെറും ആശങ്കയല്ല, UK അതിൻ്റെ വാതിലുകൾ എന്നേക്കുമായി അടച്ചു കഴിഞ്ഞു. ജനുവരി 1 UK പ്രാബല്യത്തിലായ സ്റ്റുഡൻസ് ഡിപ്പെൻഡൻറ്റ് വിസ നിരോധന നിയമത്തിലാണ് എല്ലാം ആരംഭിച്ചത്. അതിനും ഏറെക്കാലം മുമ്പ് തുടങ്ങിയ ചർച്ചകളുടെ അവസാനമാണ് ഈ നിയമം UK പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. സ്റ്റാൻഡേർഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ബിരുദങ്ങൾ നേടാൻ UK അന്യരാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പങ്കാളിയെയോ മക്കളെയോ ഒപ്പം കൂട്ടാനുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കിയത് സ്റ്റുഡൻറ് ഡിപ്പെൻഡൻറ്റ് വിസ നിരോധനത്തിലൂടെയാണ്. PhD അല്ലെങ്കിൽ ഗവേഷണങ്ങളിൽ അധിഷ്ഠിതമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇനി ഇതിൽ അല്പമെങ്കിലും ഇളവുള്ളത്. അതിനും ഒരുപാട് നൂലാമാലകളുണ്ട്. മലയാളിയുടെ UK വിസ സ്വീറ്റ് സ്പോട്ടിൽ നഞ്ച് കലക്കി ഒഴിച്ചതുപോലെയായി ഈ നിയമം. പഠനത്തോടൊപ്പം കുടിയേറ്റം പദ്ധതിയിൽ മലയാളി സ്ഥിരം ചെയ്തിരുന്ന കാര്യം ഭാര്യ UK മാസ്റ്റേഴ്സ് കോഴ്സിന് ചേരും, ഭർത്താവ് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഒപ്പം പോയി അവിടെ ഫുൾ ടൈം ജോലി ചെയ്ത് കുടുംബം പുലർത്തി കോഴ്സ് ഫീസ് കണ്ടെത്തും. ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർക്ക് UK അൺലിമിറ്റഡായി ജോലി ചെയ്യാനുള്ള അനുമതി ഇതുവരെ ഉണ്ടായിരുന്നു. ഇതിലൂടെയാണ് പല മലയാളി കുടുംബങ്ങളും നാട്ടിലെ വിദ്യാഭ്യാസ വായ്പകൾ അടച്ചിരുന്നതും UK ഉയർന്ന ജീവിത ചെലവ് കണ്ടെത്തിയിരുന്നതും. ആ വരുമാന മാർഗമാണ് പൂർണ്ണമായും അടഞ്ഞു പോയിരിക്കുന്നത്. കെയർ വർക്കർമാർക്കും പുതിയ നിയമം ഇടുത്തിയാണ്. കോവിഡിന് ശേഷം UK ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിലേക്ക് ലക്ഷക്കണക്കിന് മലയാളികൾ കുടിയേറിയിരുന്നു. പുതിയ നിയമപ്രകാരം കെയർ വർക്കർമാർക്കും പങ്കാളിയെയോ കുട്ടികളെയോ വിസ സ്പോൺസർഷിപ്പിൽ UK കൊണ്ടുവരാൻ അനുവാദമില്ല. നഴ്സിംഗ് കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും UK എളുപ്പത്തിലുള്ള വാതിലായിരുന്നു കെയർ വിസ. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്തും നാട്ടിലെ ജോലി രാജിവെച്ചുമാണ് പലരും കെയർ വിസയിൽ UK എത്തിയത്. UK കഠിനമായ കാലാവസ്ഥയിലും കെയർ ഹോമുകളിലെ കനത്ത ജോലിഭാരത്തിനിടയിലും മലയാളി ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നത് ഒപ്പമുള്ള കുടുംബമായിരുന്നു. കുടുംബത്തെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നതോടെ UK കെയർ ജോലിക്ക് പോകാനുള്ള താല്പര്യം മലയാളികൾക്കിടയിൽ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് UK പോയി ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞാലും 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിച്ചിരുന്നു. അതായത് ഈ 2 വർഷം അവർക്ക് ഏത് ജോലി ചെയ്യാനും UK തുടരാനും അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ 2027 ജനുവരി 1 മുതൽ ഇത് 2 വർഷം എന്നത് 1.5 വർഷമായി ചുരുങ്ങും. പഠനം കഴിഞ്ഞ് 2 വർഷം അവിടെ തങ്ങാമെന്നതിൻ്റെ ഗുണം പലതുണ്ടായിരുന്നു. UK തൊഴിൽ വിപണി മനസ്സിലാക്കാം, നല്ലൊരു കമ്പനിയിൽ സ്പോൺസർഷിപ്പുള്ള ജോലി കണ്ടെത്താം. അതിനൊക്കെ ആവശ്യമായൊരു മിനിമം സമയമായിരുന്നു ഈ 2 വർഷം. ഇത് 1.5 വർഷമായി കുറയുമ്പോൾ പല തട്ടുകേട് സംഭവിക്കും. UK കമ്പനികൾക്ക് വിസ കാലാവധി കുറഞ്ഞ ഉദ്യോഗാർത്ഥികളെ ജോലിക്കെടുക്കാൻ വലിയ മടിയാണ്. ട്രെയിനിങ് കൊടുത്തെടുക്കുന്ന ജീവനക്കാരൻ 18 മാസം കഴിയുമ്പോൾ വിസ സ്പോൺസർഷിപ്പ് ചോദിക്കുമെന്ന ഭയം കാരണം കമ്പനികൾ തദ്ദേശീയർക്ക് മുൻഗണന കൊടുക്കും. മാത്രമല്ല 1.5 വർഷമേ ഇനി വിസ കാലാവധിയുള്ളൂ എന്നതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ജോലി കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ മലയാളി വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. 18 മാസം വളരെ പെട്ടെന്ന് കടന്നു പോകും. യൂണിവേഴ്സിറ്റിയിൽ നിന്നിറങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ജോലി തേടേണ്ടി വരുന്ന അവസ്ഥ. പഴയ നിയമപ്രകാരമാണെങ്കിൽ വിദ്യാർത്ഥി UK കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും കമ്പനിയിൽ സ്പോൺസർഷിപ്പ് ഒപ്പിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാമായിരുന്നു. പുതിയ നിയമം ഈ രീതി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലെ താങ്ങാനാവാത്ത ട്യൂഷൻ ഫീസ് ഒഴിവാക്കാൻ പല മലയാളി വിദ്യാർത്ഥികളും കണ്ടെത്തിയ കുറുക്ക് വഴിയായിരുന്നു അത്. UK ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും കെയർ ഹോമിലോ മറ്റോ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ച് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കും. ഇനി അത് നടക്കില്ല. കോഴ്സ് തീരുന്നത് വരെയുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റി ഫീസും വിദ്യാർത്ഥികൾ മുൻകൂറായി അടയ്ക്കേണ്ടി വരും. പഠനം പൂർത്തിയാക്കാതെ ഒരു തരത്തിലുള്ള വിസ മാറ്റവും സാധ്യമല്ല. വിസ സ്വിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ വാങ്ങിയിരുന്ന വ്യാജ ഏജന്റുമാരുടെ കെണിയിൽ ഇനി മലയാളി വിദ്യാർത്ഥികൾ വീഴില്ല എന്നൊരു നല്ല വശീതനുണ്ട്. എന്നാലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാവുന്നില്ലല്ലോ, കൂനിന്മേൽ കുരുവാവുകയാണ്. ഈ ഗ്രാജുവേറ്റ് റൂട്ട് വിസ നോൺ എക്സ്റ്റൻഡബിൾ വിസയാണ്. ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഈ വിസ കിട്ടൂ. 2027 ജനുവരി 1 മുതൽ 18 മാസത്തിനുള്ളിൽ സ്പോൺസർഷിപ്പുള്ള സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ മലയാളി വിദ്യാർത്ഥി നിർബന്ധമായും UK വിടണം. പഴയതുപോലെ കോഴ്സുകൾ മാറ്റി പഠിച്ച് UK തുടരാൻ ഇനി സാധിക്കില്ല. മാത്രമല്ല പഠിക്കാൻ UK പോകുന്ന വിദ്യാർത്ഥി അവിടെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കോഴ്സിന് ചേർന്ന് പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ അവർക്ക് പൂർണ്ണമായ ഡിഗ്രിക്ക് പകരം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റ് മാത്രമാണ്
സർവകലാശാലകൾ മിക്കവാറും നൽകുക. അങ്ങനെയുള്ളവർക്ക് ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക്, അതായത് PSWന് അപേക്ഷിക്കാൻ പോലും അർഹതയുണ്ടായിരിക്കില്ല. അതായത് 18 മാസമല്ല, പഠിത്തം തീർന്നാൽ അന്നേ UK വിടണം. UK പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ നിയമം വെറും തുടക്കം മാത്രമായിരുന്നു. അവരുടെ വലിയ പദ്ധതികൾ പിന്നാലെയാണ് വന്നത്. UKയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ജീവിത ചെലവിനുള്ള പണം, അതായത് മെയിൻ്റനൻസ് ഫണ്ട്സ് ഉണ്ടെന്ന് തെളിയിക്കണം. അത് അക്കൗണ്ടിൽ ഷോമണിയായി സൂക്ഷിക്കുകയും വേണം. കഴിഞ്ഞ വർഷം UK ഗവൺമെൻറ് മെയിൻ്റനൻസ് ഫണ്ട് നിരക്ക് കുത്തനെ കൂട്ടി. ലണ്ടനിലെ കോഴ്സുകൾക്ക് ഒരു മാസം 1483 പൗണ്ട് അക്കൗണ്ടിൽ വേണം. അതായത് ഒരു മാസത്തിൽ 1,90,000 രൂപയോളം. ഒരു മാസത്തിൽ 1,90,000 രൂപ. നേരത്തെ ഇത് 1334 പൗണ്ടായിരുന്നു. ലണ്ടന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ തുക പ്രതിമാസം 1136 പൗണ്ടാണ്. 1,45,000 രൂപയോളം പ്രതിമാസം. നേരത്തെ ഉണ്ടായിരുന്നത് 1023 പൗണ്ട്. കോഴ്സ് ഫീസിന് പുറമെയാണ് ഇത്രയും തുക അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്ന് ഓർക്കണം. സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫീസ്, ഗ്രാജുവേറ്റ് വിസ ഫീസ്, അതിനോടൊപ്പമുള്ള എമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ്, ഇതൊക്കെ UK സർക്കാർ ഇരട്ടിയോളമാക്കിയാണ് കൂട്ടിയത്. UKയിൽ കാല് കുത്തുന്നതിന് മുൻപ് തന്നെ ഒരു മലയാളി വിദ്യാർത്ഥിക്ക് 15 മുതൽ 20 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഹെൽത്ത് സർചാർജ് മാത്രം ഓരോ വർഷത്തിനും ഏതാണ്ട് 1035 പൗണ്ടോളം വരും. 1,30,000 രൂപ. ഇനി വേറൊന്ന് നോക്കാം. UK ഗവൺമെൻറ് അവരുടെ സ്കിൽ ത്രഷോൾഡ് ഡിഗ്രി നിലവാരത്തിലേക്ക് ഉയർത്തിയത് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. കേരളത്തിലെ +2 യോഗ്യതയുള്ള ഒരാൾക്ക് മുമ്പ് UKയിൽ ജോലി കിട്ടിയിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രെക്സിറ്റിന് ശേഷം UKയിലെ തൊഴിൽ വിപണിയിൽ കടുത്ത തൊഴിലാളി ക്ഷാമം ഉണ്ടായി. അത് പരിഹരിക്കാൻ സർക്കാർ വിസാ നിയമങ്ങളിൽ ഇളവ് വരുത്തി. യോഗ്യതാ മാനദണ്ഡം A ലെവൽ, അതായത് നമ്മുടെ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തുല്യം എന്ന നിലവാരത്തിലേക്ക് താഴ്ത്തി. ഇതോടെ സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യാനും ബേസിക് സ്കിൽ വേണ്ടുന്ന ജോലികൾക്കുമായി ഒരുപാട് മലയാളികൾക്ക് അവസരം കിട്ടി. എന്നാൽ ഇപ്പോൾ ഈ +2 മാനദണ്ഡം UK എടുത്തു കളഞ്ഞ് പകരം മിനിമം യോഗ്യത ഡിഗ്രിയാക്കി. അവിടെ നിന്നില്ല. കുറഞ്ഞ ശമ്പളം കൊടുത്ത് കമ്പനികൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തൊഴിലാളികളെ നിയമിക്കുന്നത് തടയാൻ അവർ ജനറൽ സാലറി ത്രഷോൾഡ് കുത്തനെ കൂട്ടി. മുൻപ് വർഷം 26,200 പൗണ്ട്, അതായത് ഏകദേശം 28 ലക്ഷം രൂപ മിനിമം ശമ്പളം ഉണ്ടായിരുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് UK വിസ ലഭിച്ചിരുന്നു. ഇത് ഒറ്റയടിക്ക് 38,700 പൗണ്ട്, അതായത് ഏകദേശം 41 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സർക്കാർ ഉയർത്തി. IT, എഞ്ചിനീയറിംഗ് പോലുള്ള ഉയർന്ന ശമ്പളമുള്ള മേഖലകളെ ഇത് ബാധിച്ചില്ലെങ്കിലും മിഡ് ലെവൽ ജോലികളായ റീറ്റെയിൽ മാനേജർമാർ, അക്കൗണ്ടന്റുമാർ, ഷെഫുമാർ എന്നിവർക്ക് ഈ തുക ശമ്പളമായി നൽകാൻ UKയിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് സാധിക്കില്ല. ഇതൊരു വിസ പുതുക്കൽ പ്രതിസന്ധിയിലേക്ക് UKയിലെ മലയാളി തൊഴിലാളികൾ എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ UKയിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് തങ്ങളുടെ വിസ പുതുക്കേണ്ട സമയത്ത് പുതിയ ശമ്പള സ്കെയിലിലേക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യം വിടേണ്ടി വരും. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ഷെഫായും മറ്റും UKയിലേക്ക് പോയ മലയാളികൾക്കാണ് ഈ നിയമം വെള്ളിടിയായത്. UK നിയമം കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, അത് കർശനമായി നടപ്പാക്കുന്നതിലും കുപ്രസിദ്ധരാണ്. വിദേശ തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുവരുന്നതിന് UKയിലെ കമ്പനികൾക്ക് ഹോം ഓഫീസ് നൽകുന്ന സ്പോൺസർ ലൈസൻസ് വേണം. കുറച്ച് വർഷങ്ങളായി ഹോം ഓഫീസ് അധികൃതർ UKയിലെ കമ്പനികളിൽ നടത്തുന്ന ഓഡിറ്റുകൾ ശക്തമാക്കിയിട്ടുണ്ട്. നിയമങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ പോലും സ്പോൺസർ ലൈസൻസ് റിവോക്കേഷനോ സസ്പെൻഷനോ നേരിടേണ്ടി വരും. അതുകൊണ്ടെന്തായി, ലൈസൻസ് പോകുമെന്ന ഭയം കാരണം UKയിലെ തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ, പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പ് ആവശ്യമുള്ള മലയാളികളെ നിയമിക്കാൻ മടിക്കുന്നു. അനധികൃതമായി ആളുകളെ നിയമിക്കുകയോ ശമ്പളത്തിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്താൽ ഭീമമായ തുക പിഴയടക്കേണ്ടി വരും. ഇത് UKയിലെ മലയാളി ബിസിനസ്സുകാരെയും പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെയും കെയർ ഏജൻസികളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളി യുവാക്കൾ UKയിൽ തന്നെ എങ്ങനെയെങ്കിലും തട്ടിത്തടഞ്ഞു നിൽക്കാൻ മറ്റൊരു വഴി കണ്ടെത്തിയിരുന്നു. സ്റ്റാർട്ടപ്പ് തുടങ്ങുക, എന്നിട്ട് സ്വയം സ്പോൺസർഷിപ്പ് ചെയ്യുക. അതിനും UK ഗവൺമെൻറ് കത്രിക പൂട്ടിട്ടു. സമാന മനസ്സുള്ള 1-2 പേരെ ഒപ്പം കൂട്ടുക, ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കുക, വെർച്വൽ ഓഫീസ് വഴി അഡ്രസ്സ് കാണിച്ച് ലൈസൻസ് നേടുക, അതിൻ്റെ ചെയർമാനോ പ്രസിഡൻറ്റോ CEO ആയി സ്വയം അവരോധിക്കുക, എന്നിട്ട് സ്വന്തം കമ്പനിയിൽ തനിക്ക് ഇത്രയും ശമ്പളമുണ്ടെന്ന് കണക്ക് കാണിച്ച് വിസയ്ക്ക് അപേക്ഷിക്കുക. ഇതായിരുന്നു മലയാളിയുടെ സ്റ്റാർട്ടപ്പ് റൂട്ട്. ഇതിൽ മലയാളികളല്ല, പഞ്ചാബികളും ഗുജറാത്തികളാണ് മാസ്റ്റേഴ്സ്. അത് വേറെ കാര്യം. ഈ കളിയാണ് സർക്കാർ ഇടപെട്ട് നിർത്തിയത്. മുമ്പ് വളരെ കുറഞ്ഞ ശമ്പളം കാണിച്ച് സ്വന്തം കമ്പനിയിൽ നിന്ന് സ്പോൺസർഷിപ്പ് എടുക്കാമായിരുന്നു. ഇപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ വിസ ലഭിക്കണമെങ്കിൽ മിനിമം ശമ്പളം 41 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയെങ്കിലും കാണിക്കണം. തുടക്കക്കാരനായ ഒരു ബിസിനസ്സുകാരനായി ഇത്രയും വലിയ തുക ശമ്പളമായി സ്വന്തം അക്കൗണ്ടിൽ കാണിക്കുക എന്നത് മിക്കവർക്കും അസാധ്യമായ കാര്യമാണ്. വെറുതെ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി വിസ ഒപ്പിക്കാൻ നോക്കിയാൽ ഇതിന് നടക്കില്ല. ആ കമ്പനിക്ക് UKയിൽ കൃത്യമായ ഓഫീസ് സ്പേസ്, ട്രേഡിംഗ് എവിഡൻസ്, ബാങ്ക് അക്കൗണ്ടുകൾ, UK പൗരന്മാരായ ജീവനക്കാർ എന്നിവ ഉണ്ടെന്ന് തെളിയിക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആൾക്ക് ആ തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉണ്ടോ എന്ന് ഹോം ഓഫീസ് കർശനമായി പരിശോധിക്കും. ഇതിലും എന്തെങ്കിലുമൊക്കെ തിരിമറി കാട്ടി ലൈസൻസ് കിട്ടിയാൽ തന്നെ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ എപ്പോൾ വേണമെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്താം.
കമ്പനി നിയമപരമല്ലെന്നോ ജീവനക്കാരുടെ രേഖകളിൽ കൃത്രിമത്വമുണ്ടെന്നോ കണ്ടാൽ സ്പോൺസർഷിപ്പ് ഉടനടി റദ്ദാകും. പിന്നെ നാട്ടിലേക്ക് പോരേണ്ടി വരും. ഇനി ഏതൊരു UK കുടിയേറ്റക്കാരൻ്റെയും സ്വപ്നമായ PR, അതായത് സ്ഥിരതാമസത്തിനുള്ള അനുമതി കൊടുക്കുന്നതിൽ UK ചെയ്ത കൊലച്ചതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ യോഗ്യത നേടുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സർക്കാർ വരുത്തിയ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് ഏൺഡ് സെറ്റിൽമെൻറ്റ് നയം. മുൻപ് ഒരു നിശ്ചിത കാലയളവ്, അതായത് കുറഞ്ഞത് 5 വർഷം നിയമപരമായി UK ജീവിച്ചു തീർത്താൽ ആ വ്യക്തിക്ക് PR അഥവാ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാമായിരുന്നു. പുതിയ പരിഷ്കാരം വഴി ഈ ഓട്ടോമാറ്റിക് അവകാശം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഇനി UK ജീവിച്ച കാലയളവ് മാത്രം നോക്കി സ്ഥിരതാമസം അനുവദിക്കില്ല. പകരം UK സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും ആ വ്യക്തി നൽകിയ സംഭാവനകളെ ഒരു പോയിന്റ് സിസ്റ്റം വഴി വിലയിരുത്തും. അപേക്ഷകൻ്റെ വാർഷിക വരുമാനം, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, UK വിദ്യാഭ്യാസ യോഗ്യതകൾ, അവർ ജോലി ചെയ്യുന്ന മേഖല, ഇതൊക്കെ നോക്കിയാണ് പോയിന്റുകൾ നൽകുന്നത്. 75,000 പൗണ്ടിന് മുകളിൽ ശമ്പളമുള്ള IT എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകൾക്ക് 3 മുതൽ 5 വർഷത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് കിട്ടുമ്പോൾ ഇടത്തരം വരുമാനക്കാരായ IT പ്രൊഫഷണലുകൾ, ഹെൽത്ത് കെയർ ജീവനക്കാർ, സോഷ്യൽ കെയർ വർക്കർമാർ എന്നിവർക്ക് സ്ഥിരതാമസത്തിനായുള്ള കാത്തിരിപ്പ് കാലാവധി ഇരട്ടിയാകും. 10-20 വർഷങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇതുമാത്രമല്ല, PR ആപ്ലിക്കേഷനുകളിൽ കണ്ടിന്യൂസ് സ്റ്റേ തെളിയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കർശനമായിട്ടാണ് പരിശോധിക്കുന്നത്. ഒരു വർഷത്തിൽ 180 ദിവസത്തിൽ കൂടുതൽ UK വെളിയിൽ നിൽക്കാൻ പാടില്ല എന്ന നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇപ്പോൾ അവർ അനുവദിക്കുന്നില്ല. UK ഇമിഗ്രേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് നിലവിലുള്ള ഫിസിക്കൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ പൂർണ്ണമായും നിർത്തലാക്കി ഈ വിസ സമ്പ്രദായത്തിലേക്ക് മാറിയത്. ജോലി മാറാൻ ശ്രമിക്കുമ്പോഴോ പുതിയ വീട് വാടകയ്ക്ക് എടുക്കാൻ നോക്കുമ്പോഴോ തൊഴിലുടമകൾക്കും വീട്ടുടമകൾക്കും വിസ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ഷെയർ കോഡ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല. പങ്കാളിയെയോ കുട്ടികളെയോ UK കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് ഫാമിലി വിസയ്ക്കുള്ള കുറഞ്ഞ വരുമാന പരിധിയിൽ വരുത്തിയ വൻ വർധനമാണ്. 31 ലക്ഷം രൂപ വാർഷിക ശമ്പളമില്ലെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കണ്ട. ഈ നിയമം UK പൗരന്മാർക്കും അവിടെ സെറ്റിൽഡ് പദവിയുള്ള പ്രവാസികൾക്കും ബാധകമാണ്. ആവശ്യത്തിന് ശമ്പളമില്ലാത്തതുകൊണ്ട് മാത്രം പങ്കാളിയെ നാട്ടിൽ നിർത്തി വർഷങ്ങളായി UK ഒറ്റയ്ക്ക് കഴിയുന്ന എത്രായിരം മലയാളികളുണ്ടെന്നോ UK സ്ഥിരതാമസത്തിനുള്ള അപേക്ഷാ ഫീസും തുടർന്നുള്ള പൗരത്വത്തിനായുള്ള ഫീസുകളും യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ളതാണ്. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫീസല്ല, മധ്യവർഗ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള ഒരു ഫങ്ഷണൽ വെൽത്ത് ബാരിയറാണ്. അവരതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പഠനം കഴിഞ്ഞ് 2 വർഷം അവിടെ തുടരാമെന്നുള്ള PSW വിസയിൽ UK ചെലവഴിക്കുന്ന സമയം സ്ഥിരതാമസത്തിനാവശ്യമുള്ള 5 വർഷത്തെ കാലയളവിലേക്ക് കണക്കാക്കുകയില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി UK വന്ന് 1 വർഷം പഠിച്ച് 2 വർഷം PSW വിസയിൽ ജോലി ചെയ്യുകയും ചെയ്താൽ ആ 3 വർഷം അവരുടെ 5 വർഷത്തെ PR റൂട്ടിനായി കൂട്ടാൻ കഴിയില്ല. അതായത് സ്ഥിരതാമസത്തിനായുള്ള PR ക്ലോക്ക് ആരംഭിക്കുന്നത് അവർ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ സ്പോൺസർഷിപ്പ് വഴി സ്കിൽഡ് വർക്കർ വിസ നേടുമ്പോൾ മാത്രമാണ്. എന്തുകൊണ്ട് UK ഇങ്ങനെയായി? അവിടുത്തെ മാറിയ രാഷ്ട്രീയം തന്നെ കാരണം. UK പ്രധാന രാഷ്ട്രീയ കക്ഷികളായ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും കുടിയേറ്റക്കാരുടെ എണ്ണം കുത്തനെ കുറയ്ക്കാൻ ഒരു രാഷ്ട്രീയ മത്സരം തന്നെ നടത്തുന്നുണ്ട്. പണ്ട് രഹസ്യമായി പറഞ്ഞിരുന്നത് ഇന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി UK നെറ്റ് മൈഗ്രേഷൻ, അതായത് രാജ്യം വിട്ടു പോകുന്നവരും രാജ്യത്തേക്ക് വരുന്നവരും തമ്മിലുള്ള വ്യത്യാസം സർവ്വകാല റെക്കോർഡിലായിരുന്നു. 2022-2023 കാലം 6,49,000 പേർ UK കൂടുതലായി വന്നു. പോയവരെ കുറച്ചിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. എന്നാൽ 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ ഹോം ഓഫീസ് പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം ഇത് 2 ലക്ഷം പേർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഭരിക്കുന്ന ലേബർ പാർട്ടി അതിനെ വലിയ രാഷ്ട്രീയ വിജയമായി ആഘോഷിക്കുകയാണ്. UK ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കൺസർവേറ്റീവ് പാർട്ടി പണ്ടേ കുടിയേറ്റ വിരുദ്ധരാണ്. കുടിയേറ്റത്തോട് കുറച്ചുകൂടി ഉദാരമായിരുന്ന ലേബർ പാർട്ടി വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ നയം കടുപ്പിക്കുന്നതാണ് നിലവിലെ രാഷ്ട്രീയ കാഴ്ച. അതിന് ഉദാഹരണമാണ് UK പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട പുതിയ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ. എതിർക്കാൻ അധികം ആളില്ലാതെ പോയ ബിൽ. UK കുടിയേറ്റക്കാർക്ക് ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റ് ഒരുക്കലാണ് ലക്ഷ്യം. കുടിയേറ്റ വിരുദ്ധരായ ജപ്പാൻ പോലും ഇത്ര കടുകട്ടി നിയമങ്ങൾ പാസ്സാക്കിയിട്ടില്ല. ഇതാദ്യമായി UK കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും എണ്ണത്തിൽ ആനുവൽ ക്യാപ്പ് നിശ്ചയിക്കുകയാണ്. 1 വർഷം ഇത്ര കുടിയേറ്റക്കാരെ മാത്രമേ സ്വീകരിക്കൂ എന്ന നയം. പുതിയ താമസക്കാർക്ക് ആവശ്യമായ വീടുകൾ ലഭ്യമാണോ? നാഷണൽ ഹെൽത്ത് സർവീസിന് അമിത ഭാരം വരുമോ? സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം തികയുമോ എന്നൊക്കെ നോക്കിയാണ് ആനുവൽ ക്യാപ്പ് തീരുമാനിക്കുക. സാമ്പത്തിക വളർച്ചയേക്കാൾ ജനസംഖ്യാ നിയന്ത്രണത്തിനും വലത് മനോഭാവക്കാരുടെ താൽപ്പര്യങ്ങൾക്കുമാണ് ഇപ്പോൾ മുൻഗണന. ഗവൺമെൻറ് പുറത്തിറക്കുന്ന പോളിസി വൈറ്റ് പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് ലോക്കൽ ഫസ്റ്റ് എന്നാണ്. UK ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവർ വിദേശത്ത് നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് ആ ജോലി ചെയ്യാൻ യോഗ്യനായ ഒരു ബ്രിട്ടീഷ് പൗരനെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചു എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അഭയാർത്ഥികളായും തൊഴിലാളികളായും എത്തുന്നവരെ ഭാവിയിലെ ബ്രിട്ടീഷ് പൗരന്മാർ എന്ന നിലയ്ക്കല്ല ഇപ്പോൾ രാജ്യം കാണുന്നത്.
കണ്ടീഷണൽ പെർമിഷൻ മാത്രം. വരാനിരിക്കുന്നവരെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വന്ന് പെട്ടിരിക്കുന്നവരെയും കേൾക്കണമല്ലോ. ആശ്രിത വിസ നിരോധിച്ചതോടെ നിലവിൽ UK-യിൽ പഠിക്കാനും പണിയെടുക്കാനും എത്തിയവരുടെ കാര്യം അതീവ ദയനീയമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഡിഗ്രി കഴിഞ്ഞയുടനെ യാതൊരുവിധ പ്രവൃത്തി പരിചയമില്ലാത്ത 20-23 പ്രായപരിധിയിലുള്ള ചെറുപ്പക്കാരായ സിംഗിൾ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കാണ് കേരളത്തിൽ നിന്നും UK-യിലേക്ക് ഉണ്ടായത്. കുടുംബങ്ങളുമായി വരുമ്പോൾ ഫ്ളാറ്റുകളോ വീടുകളോ ആണ് മലയാളികൾ വാടകയ്ക്കെടുത്തിരുന്നത്. ഇന്ന് തനിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. UK-യിലെ വൻ നഗരങ്ങളിൽ കടുത്ത ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. ഒരു ചെറിയ വീട്ടിൽ 8-10 മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുകയാണ്. ദുബായിലെ ലേബർ ക്യാമ്പുകളൊക്കെ എത്രയോ ഭേദപ്പെട്ടു. ഇവിടെ കാര്യം ദാരുണമാണ്. സ്വകാര്യത പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഒരു ചെറിയ മുറിയിലെ കട്ടിൽ മാത്രം വാടകയ്ക്കെടുത്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. പകൽ ഷിഫ്റ്റിൽ ജോലിക്ക് പോകുന്നവരും രാത്രി ജോലിക്ക് പോകുന്നവരും മാറി മാറി ഒരേ കട്ടിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ വരെയുണ്ട്. ഓരോ വർഷവും അന്യരാജ്യക്കാരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് UK-യിലെ സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇത്രയും വലിയൊരു ജനസംഖ്യയ്ക്ക് അനുയോജ്യമായ സ്പോൺസർഷിപ്പ് നൽകാൻ UK-യിലെ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. ലീഗൽ വർക്ക് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനും ദൈനംദിന ചെലവുകൾക്കുള്ള പണം കണ്ടെത്താൻ മലയാളി വിദ്യാർത്ഥികൾ തൊഴിൽ ചൂഷണങ്ങൾക്കിരയാകുന്നു. IT-യിലോ മാനേജ്മെൻറ്റിലോ ബിരുദാനന്തര ബിരുദമെടുത്തവർ പോലും ഡെലിവറി ബോയ്സായോ കെയർ ഹോമുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലെ ക്ലീനർമാരായോ ജോലി ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങളിലെ സ്ഥിരതയില്ലായ്മയാണ് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇന്ന് നിലവിലുള്ള നിയമം നാളെ രാവിലെ മാറിയേക്കാം എന്ന അവസ്ഥയാണ്. മുൻകാല പ്രാബല്യത്തോടെ നിയമങ്ങൾ മാറുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ വിദ്യാർത്ഥികളുടെ ഭാവി പോലും തകിടം മറിയുന്നു. മലയാളിയുടെ UK ഡ്രീം അതിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ കാത്തിരിക്കുന്നത് ഒരു കാല് പൊക്കുമ്പോൾ അടുത്ത കാൽ താഴ്ന്നു പോകുന്ന ചതുപ്പാണ്. വിവേചന ബുദ്ധിയോടെ യാഥാർത്ഥ്യബോധമുള്ള തീരുമാനങ്ങൾ എടുക്കുക മാത്രമാണ് വഴി. ലോകം തുറന്നിട്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷനുകൾ അവസാനിക്കുന്നേയില്ല. മലയാളികൾ പുതിയ ഭൂമികകളും കണ്ടെത്തട്ടെ.